പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്, അതായത് തേജസ്സെഴും നിൻ മുഖം എൻ ഹൃദയത്തിൻ ആനന്ദമേ. സാഹിത്യത്തിൽ കവിത എഴുതുന്ന പോലെ അല്ല ഇത്, അതിന് പ്രതിഭയുണ്ടായാൽ മതി. ഭക്തി ഉണർവ് ഗാനങ്ങൾക്ക് പ്രതിഭയുണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് അതിന് അഭിഷേകമാണ് വേണ്ടത്. ഉണർവ് ഗാനങ്ങൾ ഈ നമ്മുടെ കൃപാസനത്തിലൊക്കെ പാടുന്നത് അഭിഷേക ഗാനങ്ങളാണ്. ഉണർവ് ഗാനങ്ങളുടെ അടുത്ത തലമുറയാണ് അഭിഷേക ഗാനങ്ങൾ. അത് നന്നായിട്ട് ദൈവസ്നേഹമുള്ളവരിൽ കണ്ണ് നിറഞ്ഞ് ഒക്കെ അഭിഷേകം ഉണ്ടാകും. ആ സമയത്ത് തന്നെ ആ ഒറ്റ പാട്ടുകൊണ്ട് തന്നെ ഒരു ധ്യാനത്തിൻ്റെ ദൈവാനുഭവം പ്രാപിക്കും. അഭിഷേക ഗാനങ്ങളുടെ ഗുണമെന്ന് പറയണത്, അത് എഴുതുന്ന ആൾക്ക് അഭിഷേകം ഉണ്ടാകും. അതിൻ്റെ ഒരു മദർ ഹാൻഡ് ഉള്ളവർക്ക്, മദർ ബോർഡുള്ളവർ, ആ അഭിഷേക തലമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അത് സ്പർശിക്കുകയും ചെയ്യും. ആന്തരികമായ ദൈവാനുഭവം, ഇമ്മീഡിയറ്റ് ദൈവാനുഭവം ഉണ്ടാക്കും. അതാണ് അഭിഷേക ഗാനങ്ങളുടെ പ്രത്യേകത. ഉണർവ് ഗാനങ്ങൾ സഭയിൽ വന്നതിന് ശേഷമാണ് ഈ അഭിഷേക ഗാനങ്ങൾ വരുന്നത്. നമ്മൾ പുറത്ത് കേൾക്കുന്നതൊക്കെ ഭക്തി ഗാനങ്ങളാണ്. ഭക്തി ഗാനങ്ങൾക്ക് ഭക്തി ഉണ്ടാകുമെന്നേ ഉള്ളൂ. ആ ഭക്തി എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. അതൊരു ഔട്ട് ഓഫ് ദി പേഴ്സൺ വികാരമാണ്. നമ്മുടെ ദൈവത്തിന് പുറത്ത് ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഭക്തി. ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹത്തിൽ നിന്നും ഭക്തി, ആരാധന, ഭയമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആ ഭക്തിക്ക്, ആ വ്യക്തിക്ക് ഭക്തി ഉണ്ടാകും. ആ ഭക്തി ഒരു റിലേഷനാണ്, ബന്ധമാണ്. അത് നിങ്ങൾ നിലനിർത്താൻ, ദൈവത്തിൻ്റെ ബന്ധം നിലനിർത്താൻ പറ്റും. അഭിഷേക ഗാനം ഇത് പ്രസൻസാണ്, അത് വ്യത്യാസമുണ്ട്. അഭിഷേക ഗാനം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ആ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡുകൾക്കുള്ളിൽ ഈ എലിസബത്തിൻ്റെ, മറിയത്തിൻ്റെ അഭിവാദനത്തിൻ്റെ അതേ വൈബ് എലിസബത്തിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവർ രണ്ടൊക്കെ ഒരേ സമയം തന്നെ അഭിഷേകം അനുഭവിക്കാൻ പറ്റിയത്, അല്ലേ? അതുകൊണ്ട് ഈശോയും പറയും, നിങ്ങൾക്കതിൻ്റെ ഇതുണ്ടോ എന്ന് ചോദിക്കുമോ. അതായത് ദൈവത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ഇമ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെ ഒരു ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഈശോ പറയണത്, എന്താണ്, നിങ്ങൾ ഒരു സമാധാനം ആശംസിച്ചാൽ, സമാധാനത്തിൻ്റെ ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ കുടികൊള്ളും, ഇല്ലെങ്കിൽ റിട്ടേൺ അടിക്കുമെന്ന്. അത് നമുക്ക് ആൾക്കാരെ നിൽക്കുമ്പോൾ അറിയാം, റിട്ടേൺ അടിക്കാൻ അറിയാൻ പറ്റും. ഞാനൊരു അത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം, ഹല്ലേലൂയ. ലൂക്ക 10:5-6. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അതാണ് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. ദൈവാനുഭവത്തിന് ഒരു ഹാൻഡ്സെറ്റും മദർ ബോർഡും ഉണ്ട്. നമുക്ക് ഫോൺ എടുക്കുമ്പോൾ, പണ്ടൊക്കെ ഫോണില്ലേ, അതിന് ഒരു മദർ ബോർഡ് ഉണ്ടാവും, ഒരു ഹാൻഡ്സെറ്റും ഉണ്ടാവും, ഇല്ലേ? ഈ മദർ ബോർഡും ഹാൻഡ്സെറ്റും തമ്മിൽ വയർ കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ഇപ്പോഴത് വയർലെസ് ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മളിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഉള്ള സ്ട്രക്ചർ ഉണ്ടാകണം. നമ്മൾ ഈ ഉടമ്പടിയിൽ ശ്രമിക്കുന്നത് ദൈവാനുഭവത്തെ റിസീവ് ചെയ്യാനുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യമാണത്. അല്ല ഞാൻ പത്രം കൊടുത്ത് രോഗികളെ കണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് നടക്കരുത്. ഇതൊക്കെ ശാസ്ത്രീയമായൊരു വശമുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതായത് ഇപ്പം തന്നെ ഉദാഹരണത്തിന്, ഇതിൻ്റെ കർത്താവ് സമാധാനത്തിന് ദൂതനെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തോട് സഹകരിക്കാനുള്ള മനസ്ഥിതിയുണ്ട്. ദൈവവചനം വരുമ്പോൾ ദൈവവചനം നമ്മളിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ട് ഇപ്സഭാത്തോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന്
ദൈവവചനം ആരിലേക്ക് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അതായത് ദൈവവചനം ആരിലേക്ക് വരുന്നുവോ അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ദൈവവചനം വരുന്നത്, അപ്പം നമ്മൾ ദൈവപുത്രരാകണം. നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ദൈവവചനത്തിന് നല്ല ഒരു സ്വീകരിക്കാനുള്ള ഒരു സ്വീകാര്യക്ഷമത, അതിനാണ് നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ദൈവിക പുണ്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരുക്കണേൻ്റെ കാര്യം അതാണ്. ഇതിനെല്ലാം ഒരു ആധ്യാത്മിക സാങ്കേതിക ശാസ്ത്രത്തിൻ്റെ തോതിലാണ് ഈ ഉടമ്പടി വർക്ക് ചെയ്ത് വരണത്. അപ്പം അതിൻ്റെ ഒരു തിയറട്ടിക്കൽ ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കലാണ്, പക്ഷേ അതിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു സാങ്കേതിക വശത്തിനകത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് പെട്ടെന്ന് അത് ഈ ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:35. യോഹന്നാൻ 10:35. ദൈവവചനം പറഞ്ഞ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. അപ്പം ദൈവവചനം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾക്ക് ദൈവവചനം നമുക്ക് ദൈവാരൂപിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അഭിഷേകം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകും, പെട്ടെന്നൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു നിലപാട് തറയെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യണ പോലെ എല്ലാത്തിനും ഒരു ലാൻഡിങ് പാഡ് ഉണ്ട്. ശരിക്കും ദൈവവചനത്തിൻ്റെ ലാൻഡിങ് പാഡ് കർത്താവ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന വിഷയമാണ്. ഈശോ പല പല ഭാഷകളിലാണ് ലാൻഡിങ് പാഡിനെ കുറിച്ച് പറയണത്. അതായത് നിലം എന്നൊക്കെ പറയും, പിന്നെ ഈശോ പറയും അർഹത എന്നൊക്കെ പറയും. 10:13 എടുത്തേ, മത്തായിയുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:12-13. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ഈ ബ്ലെസ്സിങ്ങിൻ്റെ റിട്ടേൺ അടിക്കുന്ന പരിപാടി വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. ബ്ലെസ്സിങ് ദൈവത്തിൻ്റെ കിട്ടാത്തതല്ല പ്രശ്നം, ഇത് നമുക്ക് സ്വീകരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണ്. അതാണ് പ്രശ്നം. ഇപ്പം എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്? കൊച്ചി തുറമുഖത്തേക്കാൾ എപ്പോഴും എല്ലാ ദിവസവും ട്രഡ്ജ് ചെയ്ത് അതിൻ്റെ ആഴം കൂട്ടിയിട്ടാണ് കപ്പലെടുക്കുന്നത്. എന്നാലും ഒരു സൈസ് കഴിഞ്ഞാൽ പിന്നെ ഉൾക്കൊള്ളാൻ പാടായിരിക്കും. അതുകൊണ്ട് ആഴക്കടലിൽ തന്നെ തുറമുഖം ഉണ്ടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ ഇരിക്കും നമ്മളുടെ കൃപയുടെ തോത് വർദ്ധിപ്പിക്കുക. തോത് എപ്പോഴും നമ്മൾ വിഷയം. നമ്മൾക്ക് ഈ 30% കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. നിങ്ങൾ 30% ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 15% കിട്ടത്തുള്ളൂ. മത്തായി 13:8 എടുത്ത്. മത്തായി 13:8. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇതാണ് ഈ അർഹത എന്ന് പറയുന്നത്. ഇത് നിലപാട് തറയെന്ന് പറയണത്. അതായത് ബൈബിൾ എല്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. വ്യത്യസ്ത ലാംഗ്വേജ്, വ്യത്യസ്ത മീഡിയ ഉപയോഗിക്കുന്നു, ബിംബങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സംഭവം എല്ലാം ഒരു വിഷയമാണ്. ദൈവരാജ്യം എന്നുള്ള ഒറ്റ കോൺസെപ്റ്റിലാണ് ഇതെല്ലാം. ഒറ്റ ദൈവരാജ്യവും പിന്നെ കടുകമണിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എന്നാ പറയണത്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 13:31-32. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനെയും കാൾ ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. ഈശോ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവരാജ്യം എന്നുള്ളൊരു സിംഗിൾ കോൺസെപ്റ്റിലാണ്. നമ്മൾ ഉടമ്പടി എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി ഫലത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉടമ്പടി പോലെ ലോകത്തിൽ ഇത്രയും ലാർജ് സ്കെയിലിൽ മനുഷ്യർക്ക് ഭൗതിക സാക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രാർത്ഥന എൻ്റെ അറിവിലില്ല. അത്രയും ഫാസ്റ്റാണിത്. തന്നെയല്ല ഇത് ഒപ്പം മനുഷ്യനെ വചനത്തിൽ വളർത്തുന്നു. വേന പോലെ കേട്ടു അനുഗ്രഹം പ്രാപിച്ചു ഒരു അപേക്ഷ കത്തെഴുതി പോകുന്ന മിനിമം പ്രോഗ്രാമല്ല. കേട്ടവൻ പതുക്കെ സുവിശേഷം സ്വീകരിക്കുകയും
സുവിശേഷത്തിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കുകയും വചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിന് സാക്ഷിയായി ജീവിക്കുന്ന ഒരു സമാന്തര ജീവിതമുണ്ട്. നവീനക്ക് പക്ഷേ അതുണ്ടാകത്തില്ല. അപ്പോൾ ഇത് സഭയിൽ വരുന്നിരിക്കുന്ന അവസാനത്തെ ഒരു ആപ്ലിക്കേഷൻ പ്രെയറാണ്. ഈ ആപ്ലിക്കേഷൻ പ്രെയർ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആപ്ലിക്കേഷൻ പ്രെയറിൻ്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സതീഷ് അങ്ങനെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ല. സതീഷിൻ്റെ സാക്ഷ്യം ഒരു 5 മിനിറ്റേ മറ്റേ ഉള്ളൂ. പക്ഷേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഈ സതീഷിൻ്റെ സാക്ഷ്യം ഇയാൾ പറയുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത്, ഞാൻ സാക്ഷ്യം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് വേറെ ഒരു റിലേഷനുമില്ല, ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു റിലേഷനുമില്ല. അയാൾക്ക് ഒരു കേവല മനുഷ്യനാണ്. ഈ കേവല മനുഷ്യൻ അയാളുടെ സാക്ഷ്യം, അയാളെ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്ത ഒരു സാക്ഷ്യം, അയാളുടെ ഒരു സങ്കടം അയാൾക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ ഇവിടെ സോറിയാസിൻ്റെ ഒരു വീക്കാണ് ഈ ആഴ്ച. കാര്യം ശരീരം മുഴുവനും സോറിയാസിസ് വന്ന് പഴുത്ത് പുണ്ണായി ഈച്ച വാർത്ത് ഇങ്ങനെ നീറി വെന്ത് ഒരു ദുരന്തമായിട്ട് ജീവിക്കണ ആൾക്കാരാണ് സോറിയാസിസ്. വന്ന് നോക്കണം. അപ്പോൾ അത് ചെറിയ ചൊറിച്ചിൽ പോലും വന്നാൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ ശരീരം മുഴുവനായി വരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ തന്നെ വെറുത്ത് പോകും. ഞാൻ എപ്പോഴും ഓർക്കും, ഈ ജോബിനൊക്കെ പഴയ നിയമത്തിൽ വന്നത് സോറിയാസിസ് ആണെന്ന് ഓർക്കും ചില സമയത്ത്. അയാളിങ്ങനെ കമ്പോടൊക്കെ കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കണില്ലേ, ശരീരം മുഴുവൻ ഇങ്ങനെയായി ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ സതീഷ് ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇവൻ്റെ സങ്കടങ്ങളെല്ലാം കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്യുന്നറിയാം, കൂട്ടുകാരെന്ത് ചെയ്യുക, കൂട്ടുകാർ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അയച്ച് അയക്കുന്ന ഒരു ലിങ്ക് ചിലപ്പോൾ നിങ്ങൾ അയക്കുന്ന ഒരു സാക്ഷ്യത്തിൽ ലിങ്കായിരിക്കും അത്. പക്ഷേ അതിലൂടെ ദൈവം നിങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന മഹാകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മാറ്റത്തിന്റെ വലിയ ചാലകങ്ങളാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യ യേശുപരാ വണങ്ങുന്നു ഞാൻ, തേജസ്സിൽ നിൻമുഖമിൽ ഹൃദയത്തിനാരമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ദൈവത്തിൻ്റെ അടുത്ത് മനുഷ്യൻ്റെ, അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ സോറിയാസിസായി ജീവിതം തന്നെ വെറുത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ സാക്ഷ്യം അയച്ചു കൊടുക്കുന്നത്. സാക്ഷ്യം ഇയാളിങ്ങനെ കേട്ട്, ഒന്നാമത്തെ സാക്ഷ്യം കേട്ട് രണ്ടാമത്തെ സാക്ഷ്യം കേട്ട് ഇങ്ങനെ മയങ്ങുമ്പോൾ പെട്ടെന്ന് മയങ്ങിപ്പോവും. അപ്പോൾ ശിരസ്സിൽ കവചമിട്ട, തലയിൽ തുണിയിട്ട ഒരു സ്ത്രീ വന്ന് ഈ മയക്കത്തിൽ ഇയാളെ ശിരസ്സിങ്ങനെ തലോടിക്കൊണ്ട് പോകും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാളുടെ സോറിയാസിസിൻ്റെ വേദനയും കരിയുമൊക്കെ കുറഞ്ഞ് വരും. അപ്പോഴദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യും. ഫസ്റ്റ് ടൈം ഒക്കെ ഫീൽ ചെയ്യും. സോറിയാസിസിൻ്റെ കരിവും ചൊറിച്ചിലും കുറഞ്ഞ് വരും. അയാൾ പറഞ്ഞ് 75% കുറഞ്ഞെന്നാണ്. അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ സാക്ഷ്യം കേട്ട സ്ഥലത്തേക്ക് ഒന്ന് ചെല്ലാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പാലക്കാട് നിന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴേക്കും മനസ്സിലായി, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ശിരസ് തലോടിയ ആ തലയെ തുണിയിട്ട ആളിവിടെ ഇരിപ്പുണ്ടെന്ന്. സന്നിധിയിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധന യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേ നിൻമുഖവും ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ഈ മനുഷ്യ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറയണം, എൻ്റെ അമ്മ എനിക്ക് 70% ഇപ്പോൾ കുറവുണ്ട്, എൻ്റെ പരുക്കളെല്ലാം ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേദനയും കുറഞ്ഞ് എനിക്ക് ഇത് പൂർണ്ണമായിട്ടൊന്ന് അമ്മ മാറ്റിത്തരണം. ഞാനത് വിശ്വസിക്കുന്നു, അമ്മയ്ക്കത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എഴുതി ഉടമ്പടി ചെയ്ത് അയാൾ വീട്ടിൽ ചെന്ന് അപ്പോൾ പിന്നീട് 5-6 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് അയാൾ അത് സുഖപ്പെട്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടത്, ഇയാൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇയാൾക്ക് സംഭവിക്കുന്നു, ഇയാൾ പറയണത് എനിക്ക് ദർശനങ്ങൾ കൂടിക്കൊന്ന് സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങിയെന്നാണ്. കാര്യം അതായത് ഞാൻ ഇന്നുവരെ മനസ്സിലാക്കി, എൻ്റെ ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഇത് ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ പ്രയറാണ്, പ്രാർത്ഥനയാണ്. നിങ്ങൾ സ്വപ്നമെന്ന് പറയുമ്പോൾ ദൈവം അനാദികാലം പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മീഡിയയാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നം ജഡികമാകണത് നിങ്ങൾ ജഡികമായത് കൊണ്ടാണ്. സ്വപ്നം ജഡികമാണ്, എല്ലാവർക്കും 90% സ്വപ്നം ജഡികമാണ്. അത് നിങ്ങളുടെ സാക്ഷാത്കരിക്കപ്പെടാത്ത ആസക്തികളെ നിങ്ങൾ സമ്മർദ്ദത്തിൽ വെച്ചിട്ട് ആണ് അങ്ങനെയുള്ള ജഡിക സ്വപ്നങ്ങൾ കാണുന്നത്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങൾ സപ്ലിമെൻ്റായി കഴിഞ്ഞാൽ നിങ്ങൾ ദൈവിക സ്വപ്നങ്ങൾ കാണും. യു വിൽ ബി ഇൻ ദ ഡിവൈൻ മെലിയോ, ദൈവിക മേഖലയിലേക്ക് നിങ്ങൾ വരും. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഇന്ദ്രിയങ്ങളെ നിന്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകണമേ. നിന്റെ അടയാളങ്ങളെ, കാൽപ്പാടുകളെ, കയ്യൊപ്പുകളെ എനിക്ക് സ്പർശന വിധേയമാകാൻ എന്റെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ അഭിഷേകം നിറക്കണമേ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ദേവതാവേ നന്ദി, ദേവതാവേ ആരാധന. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, ഒരിക്കൽ കൂടി കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, ആവർത്തിച്ച് വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ.
സ്നേഹത്തോടെ ഭാഷാപരത്തോടെ ഭാഷാപരത്തോടെ ദൈവം ഇറങ്ങട്ടെ, സ്പർശിക്കട്ടെ, സ്പർശിക്കട്ടെ. മാരക രോഗങ്ങള്, വേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. Hallelujah, hallelujah, hallelujah. Ishyaradana, hallelujah, hallelujah, hallelujah. Mahatma, Mahatma, Radhana, hallelujah, hallelujah. Ishyaradana, hallelujah. Hallelujah, hallelujah. Mahatma, Mahatma, Radhana, hallelujah. Ishyaradana, hallelujah, hallelujah. Ishyaradana, hallelujah, hallelujah. Ishyaradana, hallelujah. എൻ്റെ പൊന്നുമക്കളെ, പരിശുദ്ധാത്മാവ് ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് നമ്മൾ ആക്ടിവേഷൻ ഓഫ് കവനൻ്റ് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനത്തിലാണ് സംഭവിക്കുന്നത്. ഇന്ധനം കത്തുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഫയർ ആകത്തില്ലേ? ഇപ്പോൾ ഒരു തുള്ളി പെട്രോൾ ചീറ്റി വീഴുമ്പോൾ ആ ഫയർ കത്തിപ്പിടിച്ചിട്ട് ടർബൈൻ കറക്കിയിട്ട് വീലിനെ കറക്കും. അങ്ങനെ ബൈക്ക് പിന്നെ മുന്നോട്ട് പോകും. അതുപോലെ ഉടമ്പടി ഫയർ ആകണത് എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, നല്ലതാണ്. കാര്യം പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നിലവിലുള്ള സംവിധാനങ്ങൾ കുദാശകളാണ്. പിന്നെയുള്ള സംവിധാനങ്ങൾ വ്യത്യസ്തങ്ങളായ ധ്യാന രീതികളാണ്. എന്തൊക്കെയാണത്? പ്രാരംഭധ്യാനം, വളർച്ചാധ്യാനം, അന്തരീസൗഖ്യധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം. ഈ വരദാനങ്ങളുടെ ധ്യാനത്തിൻ്റെ സെക്ഷനിൽ അപ്പോൾ നമ്മളൊരു 2.5 കൊല്ലം പിന്നിട്ടിരിക്കും. ധ്യാന പരിചരണത്തിൽ ആണ് നമുക്ക് ദർശനങ്ങൾ ലഭിക്കണത്, സ്വപ്നങ്ങൾ ഉണ്ടാകണത്. അപ്പം അത്രയും വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഈ സതീശ് പറയണത് എന്താണെന്നറിയാമോ? ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വന്നു കൈയടിച്ച് ശ്രുതികളല്ലേ. അതായത് നമ്മൾക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വരുമ്പോൾ അതിനർത്ഥം അതിലൊന്ന് നമ്മളെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ ആയെന്നാണ് എൻ്റെ അർത്ഥം. നിലപാട് തറയെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിലം നല്ല നിലമായിരിക്കുന്നു, ദൈവത്തിന് കമ്മ്യൂണിക്കബിളായി. നീ കവനൻറ്റിൻ്റെ കമ്മ്യൂണിക്കബിൾ ആകുന്ന ഒരു തലമാണത്. എന്നുവെച്ചാൽ നിങ്ങളിൽ അതിൻ്റെ മദർ ബോർഡുണ്ട്, അതിൻ്റെ ഒരു പാർട്ട് നിങ്ങളിലുണ്ട്, ദൈവത്തിന് കമ്മ്യൂണിക്കേഷനായി നിങ്ങളുമായിട്ട്. അപ്പോൾ ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ദാറ്റ് മീൻസ് അത്
ദർശനങ്ങളും സ്വപ്നങ്ങളും കവനൻ്റിൽ പ്രസൻസിൻ്റെ ഭാഗമാണ്. കാര്യം പ്രസൻസ് ആണല്ലോ കവനൻറ്റിൻ്റെ എല്ലാ പ്രാർത്ഥനകളും കവനൻറ്റിനെ വ്യത്യസ്തമാക്കുന്നത് പ്രസൻസാണ്. എന്താണ് കവനൻറ്റിൻ്റെ അകത്ത് ഇപ്പോൾ പുറപ്പാട് 33:14 അതുപോലെ തന്നെ ജോഷുവ 1:9 എന്താ പറയണത്? പുറപ്പാട് 33:14 പറയണത് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. കവനൻറ്റിലുള്ളതാണ് പ്രസൻസ്, സാന്നിധ്യം. പിന്നെ എന്താണ് ജോഷുവയിൽ എന്താ 1:9 പറയണത്? ഐ കം വിത്ത് യു വേർ എവർ യു ഗോ. സാന്നിധ്യത്തിൻ്റെ വിശാലത വരണത് അങ്ങനെയാണ്. നീ എവിടെ പോയാലും, ദാറ്റ് മീൻസ് ICUലായി നീ ബോധം കെട്ട് വെന്റിലേറ്ററിൽ കിടന്നാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ശ്രുതികട ഹല്ലേലൂയ. കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്, സാമീപ്യത്തിന് നന്ദി പറയുന്നു. അതായത് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നീ കർത്താവിൻ്റെ വചനങ്ങളെ സന്തോഷത്തോടെ ചെയ്യാൻ തുടങ്ങുന്ന സമയമുണ്ട്. അപ്പോഴാണ് കവനൻ്റെ റൈപ്പാകുന്ന അപ്പോഴാണ്. അതൊക്കെ അത് നിങ്ങളുടെ കാലാവസ്ഥകൾ നിങ്ങൾക്കത് വിവേചിക്കണം. അതായത് കവനൻ്റെ പാകമായി ഇപ്പോൾ ഒരു പഴം നമ്മൾ ഇപ്പം മാങ്ങ, ഉണ്ണി മാങ്ങ എന്നൊക്കെ പറയും, പിഞ്ചെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? പിഞ്ച്, പിന്നെ ഉണ്ണി മാങ്ങ, പിന്നെയാണത് പഴം മാങ്ങയായിട്ടൊക്കെ വരണത് പഴുത്ത് വരുമ്പോൾ അല്ലേ? പിന്നെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. കവനൻ്റെ അതായത് ഒരു റൈപ്പാകുന്ന സംഭവമുണ്ട്. ആ സമയത്താണ് എന്താണ് നമ്മൾക്ക് സന്തോഷമുണ്ടാകും. ഇപ്പം നിങ്ങൾ പത്രം കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നിങ്ങളുടനെ അളിഞ്ഞ മോന്തമായിട്ടാണ് പലരും പോണത്. പത്രവും കഷത്തിൽ വെച്ച് അളിഞ്ഞ മോന്തമായിട്ട് എങ്ങനെയെങ്കിലും ആരുടെങ്കിലും പെട്ടെന്ന് കെട്ടി വെക്കണം. അതാ സംഭവം. എന്നിട്ട് ഈ കള്ളന്മാർ കക്കാമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വല്ലതും കണ്ടാന്നൊക്കെ കള്ളന്മാർ പത്രം കൊണ്ട് പോകണ്ടേ? ഒത്തിരി പേര് കാണുമ്പോൾ അറിയാൻ പറ്റും. അവർക്ക് പേടിയാണ് ആൾക്കാരെ. ഈ പത്രം ആരെ കെട്ടി ഏൽപ്പിക്കുക, അവർ വാങ്ങിക്കുക, അവർ നമ്മളെ വഴക്കിടുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടാർഗറ്റ് തന്നിരിക്കുന്നത് പ്രോജക്റ്റ് വർക്ക് പത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീപ്രൊമോട്ട് ചെയ്യുന്ന എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് കേമന്മാരാണല്ലോ. 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവൻ കളക്ടറാണെന്ന് പറഞ്ഞാൽ നടക്കണത്. ഇപ്പം അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഞങ്ങൾ ആഭിജാത്യമുള്ളവരാണ്, ബ്ലൂ ബ്ലഡാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ? അപ്പോൾ ഇവർക്കൊന്നും മെയ് അനങ്ങിയിട്ട് കർത്താവിൻ്റെ ജോലി വിനയത്തോടെ എളിമയോടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസികളെ ആദ്യം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഉടമ്പടിയിൽ. എന്നുവെച്ചാൽ അതായത് നമ്മൾക്കുണ്ടാകുന്ന ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത ഇടങ്ങളെ ഉടമ്പടി ആദ്യമേ തന്നെ പൊട്ടിച്ച് കളയും. എന്തു പറയും? ആശുപത്രിയിൽ പോകണം, ഗവൺമെൻറ് ആശുപത്രി തന്നെ നോക്കി പോകണം, അല്ലാതെ പ്രൈവറ്റ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയിട്ട് AC റൂമിൽ പോയിട്ട് ആൻറ്റിനെ കണ്ടുവെച്ചാൽ പോന്നിട്ട് ഞാൻ രോഗിയെ കണ്ടെന്നൊന്നും പറയരുത്. അത് നിങ്ങളുടെ പ്രൈവറ്റ് ബിസിനസ്സാണ്. പാവത്തങ്ങൾ ജീവിക്കണ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം. അവരവിടെ ഭക്ഷണം കഴിക്കാത്തൊരു ബൈസ്റ്റാൻഡേഴ്സ് കാണും. അവർക്ക് ആശുപത്രിയിൽ നിന്ന് ഭക്ഷണം രോഗികൾക്ക് കിട്ടും, ബൈസ്റ്റാൻഡറിന് കിട്ടത്തില്ല. നിങ്ങളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ എഴുന്നേൽക്കണം. ചിലർ അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കും, സ്കൂട്ടർ സൈക്കിളെ വെച്ച്. ആ അമ്മ ചമ്മന്തി അരയ്ക്കുമ്പോൾ നിങ്ങളുടെ കൂടണം. ഞാൻ യൂത്തിനോടാണ് പറയണത്. 40% യൂത്താണേ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ അവർ നല്ല മക്കളാണ്, ബുദ്ധിയുള്ള മക്കളാണ്, കൃപയുള്ള മക്കളാണ്. പക്ഷെ അവർക്ക് കാര്യം പറഞ്ഞാൽ അവർ ഇടിവെട്ടി പറയും. അപ്പോൾ നിങ്ങളെ അമ്മ ചെയ്യുമ്പോൾ ഈ ആശുപത്രിയിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മയാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അമ്മയുടെ കൂടെ കൂടി സഹായിക്കണം. അപ്പോൾ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ പഠിക്കാനുണ്ടല്ലോ കൈ കൊടയരുത്, കൈ ഒടിഞ്ഞു പോകും. മറിച്ച് സന്തോഷം തോന്നണം. ആ സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ക്ലിക്കായിട്ടുണ്ട്. ക്ലൈമറ്റ് എൻ്റെ ആക്ച്വൽ ക്ലൈമറ്റായി ഉടമ്പടിയുടെ കറക്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന കാലാവസ്ഥയായിരിക്കണം. ഇപ്പോൾ നാട്ടിലൊക്കെ ചെമ്മീനായി ഇവിടെ മുഴുവൻ കറി ആൾക്കാർക്ക്. നിങ്ങൾക്കുണ്ടോയെന്ന് അറിയത്തില്ല, നാട്ടിലൊക്കെ കുറേ ആൾക്കാർക്ക് ചെമ്മീൻ കിട്ടി. ഇപ്പോൾ എന്താ കാര്യം? കാലാവസ്ഥ അതാ. കുറേ ഒരു നല്ല മഴ കഴിഞ്ഞു, പുഴയിലേക്ക് വെള്ളം കയറി, കടൽ വെള്ളവും നമ്മുടെ കായൽ വെള്ളം കൂടി യോജിച്ചു, ചോലയുണ്ടായി. അപ്പോൾ ആ ചെമ്മീൻ പിന്നെ ഒഴുക്കിന് കടലിലേക്ക് പോയി, അതൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നു. അതെന്നാൽ ഇത്തരം ചെമ്മയൊക്കെ ആയുള്ളൂ, ഇനിയും വലുതാവുന്നത്. അപ്പോൾ ചെമ്മീൻ്റെ കാലാവസ്ഥയാണത്. ക്ലൈമറ്റിനും അതുപോലെ തന്നെ ഉടമ്പടിക്ക് ഒരു കാലാവസ്ഥ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണതിന്
സങ്കടം, പേടി, ഭയം, മറ്റൊരു നാട്ടുകാരെന്ത് കാണും, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് മറ്റുള്ളവരെ, ദൈവത്തെക്കാൾ നാട്ടുകാരെ ഭയം, ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സംവരണത്തിൽ തരണതാണ്. മറ്റുള്ളവരുടെ പ്രാർത്ഥന, അമ്മയുടെ കണ്ണീരൊക്കെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് യൂത്ത്. പക്ഷെ അങ്ങനെ എന്നും കൊന്നും അമ്മയുടെ കണ്ണീരിൽ ജീവിക്കാൻ, അമ്മയൊക്കെ കണ്ണൊക്കെ അടയണ കാലത്ത് നമുക്ക് ജീവിക്കണ്ടേ?